ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡേ 51 ദിവസമായിട്ട് നമ്മൾ ഡെയിലി ബൂസ്റ്ററിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെടുത്തിരിക്കുന്നത് 72/2025 എന്ന് പറയുന്ന നമ്മുടെ പ്രിലിംസിൻ്റെ, അതായത് 50 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ 20 മാത്സ്, 20 ഇംഗ്ലീഷ്, 10 മലയാളം. എങ്ങനെയാണ് ഇതാണ് നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസും ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങളിനി നമുക്കറിയാം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിലേക്ക് എക്സാം വരികയാണ്. നമുക്ക് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഈ പറയുന്ന ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നല്ല രീതിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 45 അല്ലെങ്കിൽ ഒരു 40 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മാർക്ക് നമുക്ക് GK എന്നൊക്കെ നമുക്ക് ഒപ്പിച്ച് നമുക്കൊരു പ്രിലിംസ് നമുക്ക് സുഖമായിട്ട് കടക്കാനായിട്ട് പറ്റും. അപ്പം എന്ത് ചെയ്യുക, ഈ ഒരു 50 മാർക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. അതേപോലെ ഈ 80 ദിവസമായിട്ട് എൻ്റെ കൂടെ കുറേ പേര് ഡെയിലി ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതൊന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം. ഈ 80 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി എന്നൊന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും പുതിയതായിട്ട് ക്ലാസ്സിലേക്ക് വരുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആകുമോ അല്ലയോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ സ്ഥിരം ക്ലാസ് കാണുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം, ഡെയിലി ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ആണ്. 70 kilograms dash more than anyone can lift easily. 70 kilograms എന്ന് പറയുന്നതിനെ നമ്മളിവിടെ പറയുന്നത് എങ്ങനെയാണ്, ഒരൊറ്റ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറയുന്നത് അല്ലേ, സിംഗിൾ യൂണിറ്റ് ആണ് നമ്മൾ ഈ പറയുന്നത് 70 kilograms എന്ന് പറയുമ്പോൾ. ഇവിടെ നമ്മൾ പ്ലൂറലായിട്ടൊന്നുമല്ല, 70 kilogram എന്ന് പറയുന്നത് സിംഗിൾ ക്വാണ്ടിറ്റി ആണ്. അപ്പം നമുക്ക് അവിടെ എന്ത് വേണം, അവിടെ നമ്മൾ സിംഗുലർ ആയിട്ടായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കണം വരേണ്ടത്, 70 kilograms ഈസ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, വെയിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, ഹൈറ്റ്, അങ്ങനെയുള്ളതെല്ലാം, എമൗണ്ട്, ക്യാഷ് 1000 rupees എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അതിനെല്ലാത്തിനെയും അതൊരു പ്ലൂറൽ നമ്പർ ആണെങ്കിൽ പോലും നമ്മൾ അതിനെ എന്തായിട്ടാണ്, സിംഗുലർ ആയിട്ടേ കൺസിഡർ. അപ്പൊ പ്ലൂറൽ നമ്പർ ആണെങ്കിലും അവിടെ എന്ത് വേണം, ഒരു സിംഗുലർ വെർബായിരിക്കണം അവിടെ വേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തിലൊക്കെയാണ്, ഡിസ്റ്റൻസ് വരുന്നുണ്ട്, അതേപോലെ വെയിറ്റ് ഉണ്ട്, പിന്നെന്താ നമ്മൾ പറഞ്ഞത്, എമൗണ്ട് ഉണ്ട്, പിന്നെ വരുന്നത് ക്വാണ്ടിറ്റി. ഇങ്ങനെ എന്ത് വന്നാലും എന്ത് ചെയ്യണം, നമ്മുടെ സിംഗുലർ വെർബായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഷീസ് എൽഡർ ഡാഷ് ഹെർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 അല്ലെ. ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ ശരിക്കും നമ്മൾ നോർമലി നമ്മൾ എന്താ പറയുന്നത്, എൽഡർ ദാൻ നമ്മൾ പറയും അല്ലെ, ഈ ഒരു ഇതിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി അല്ല പറഞ്ഞിരിക്കുന്നത്, മറ്റൊരാളായിട്ട് താരതമ്യം ചെയ്യുകയാണ് അല്ലെ നമ്മൾ, യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. അപ്പൊ ഇവിടെ എൽഡർ 2 ആണ് വരേണ്ടത്. അതൊന്ന് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, ജൂനിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ആണ് യൂസ് ചെയ്യേണ്ടത്, ജൂനിയർ. അതേപോലെ സീനിയർ ഉണ്ട്, അതേപോലെ ഇൻഫീരിയർ. പിന്നെ നമ്മൾ പ്രയർ പറയും, പ്രയർ. പിന്നെ ആന്റീരിയർ, പോസ്റ്റീരിയർ. അതേപോലെ തന്നെ എന്താണ്, പ്രിഫർ. ഇതിൻ്റെയൊക്കെ ഒപ്പം നമുക്ക് എന്താണ്, 2 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ജൂനിയർ ഉണ്ട്, സീനിയർ ഉണ്ട്, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ, പ്രിഫർ. അങ്ങനെ വരുമ്പോഴേക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന 2 ആണ്, പ്രിഫർ. ഓക്കെ, അപ്പൊ ഷീ ഈസ് എൽഡർ ടു ഹെർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years എന്നാണ് വേണ്ടത്. നെക്സ്റ്റ് നോക്കാം, ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമുക്കറിയാം ഇവിടെ ഇത് പോസിറ്റീവ് ആണ്, നമുക്ക് ടാഗ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇവിടെ ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് വരുന്നത്, അതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ആമിൻ്റെ അല്ലെ, ആമിൻ്റെ ആണോ നമ്മൾ എടുക്കേണ്ടത്, അല്ല. അവിടെ എന്താണ് പറയേണ്ടത്, ആറിൻ്റെ ആണ്. നമ്മൾ ആമിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ ആമിൻ്റെ എന്നല്ല പറയുന്നത്, അവിടെ എന്താണ് നമ്മൾ പറയുന്നത്, ആറിൻ്റെ ആണ് അല്ലെ. ചിലതിന് മാത്രമാണ് അങ്ങനെ വ്യത്യാസമുള്ളത്. ആർ പ്ലസ് നോട്ട് എന്ന് പറയുന്ന ആറിൻ്റെ ആണ്, അതേപോലെ ആം പ്ലസ് നോട്ടും എന്താണ്, ആറിൻ്റെ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. അവിടെ പറയാണ് ഞാൻ നിനക്ക് നാളെ ബുക്ക് തന്നിരിക്കും. അവിടെ എന്താണ്, ഒരു പ്രോമിസ് ആണ് കൊടുക്കുന്നത് അല്ലെ, പറയുക എന്നുള്ളതല്ല. അപ്പൊ ഇവിടെ ഇത് രണ്ടുമല്ല, ഹി പ്രോമിസ്ഡ് ചെയ്യുവാണ്. എന്താ, അവിടെ നമുക്കറിയാം അവിടുത്തെ കണക്റ്റിംഗ് വേർഡ് എപ്പോഴും ദാറ്റ് ആയിരിക്കണം. അത്രയും അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിയ ഓപ്ഷൻ ഏതാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഹി സെഡ് എന്ന് പറയുന്ന എന്താക്കി മാറ്റണം അല്ലെ, ഹി പ്രോമിസ്ഡ് എന്നാക്കി മാറ്റി. ദാറ്റ് ആണ് നമ്മുടെ കണക്റ്റിംഗ് വേർഡ്. ഐ എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി മാറ്റി, ഹി ആക്കി മാറ്റി. വില്ലെന്ന് പറയുന്ന എന്താക്കി മാറ്റണം, വില്ല്. ഇൻഡയറക്റ്റ് സ്പീച്ച് വരുമ്പോഴേക്കും അത് വില്ല് ചേഞ്ചസ് ടു വുഡ് ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ ടുമാറോ എന്തായിട്ട് മാറണം, ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറണം. ദ നെക്സ്റ്റ് ഡേ, ടുമാറോ നെക്സ്റ്റ് ഡേ ആകണം.
ഓക്കെ ആണല്ലോ. ദിസ് ദാറ്റ് ആകും, ദീസ് ദോസ് ആകും, ഹിയർ ദയർ ആകും, ഹിയർ ആഫ്റ്റർ ആണെങ്കിൽ ദയർ ആഫ്റ്റർ വരും. ഓക്കെ, ടു നൈറ്റ് ആണെങ്കിൽ എന്ത് വരും? ദാറ്റ് നൈറ്റ് എന്ന് വരും. ടുഡേ ആണെങ്കിൽ എന്ത് വരണം? ദാറ്റ് ഡേ എന്ന് വരണം. ഓക്കെ, യെസ്റ്റർഡേ ആണെങ്കിൽ എന്ത് വരണം? ദ പ്രീവിയസ് ഡേ വരണം. ഓക്കെ ആണല്ലോ. ടുമാറോ ആണെങ്കിൽ ദ ഫോളോയിങ് ഡേ, ദ നെക്സ്റ്റ് ഡേ, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ. അപ്പൊ ഹീ സെഡ് എന്ന് പറയുന്നത് അവൻ പറഞ്ഞു എന്നുള്ളതിൽ ഇവിടെ എന്താണ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഹി പ്രോമിസ് ദാറ്റ്, ഇവിടെ എന്താണ് പറയേണ്ടത്? ഇവിടെ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഹി വിൽ എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അല്ലാണ്ട് വരാൻ ചാൻസ് ഉള്ളത് സെഡ് ആയിരിക്കാം. അവിടെ ഒരു കണക്റ്റിംഗ് വേർഡ് ഇല്ല. പിന്നെ വില്ല് ആയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ടുമാറോ എന്ന് വരാൻ പാടില്ല. അവിടെ എല്ലാം മാറ്റമുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഹി പ്രോമിസ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക് ദ നെക്സ്റ്റ് ഡേ എന്ന് വേണം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഫിനിക്സ്. ഫിനിക്സിന്റെ എങ്ങനെയാണ് കറക്റ്റ് സ്പെല്ലിംഗ് വരേണ്ടത്? PHOENIX ആണ് ഫിനിക്സ്. PHOENIX ആണ് ഫിനിക്സിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അതേപോലെ നിമോണിയ നമ്മൾ നോർമലി വരുന്നതാണ്. നിമോണിയയുടെ സ്പെല്ലിംഗ് എന്താണ്? PNEUMONIA ആണ്. ഇവിടെ പി ഉണ്ട്. നിമോണിയ നമ്മൾ പറയെങ്കിലും പി അവിടെ സൈലന്റ് ആയിട്ട് പി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇഫ് ക്ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഹാഡ് V3 ഫോം ആണ് അല്ലെ. ഇഫ് യു ഹാഡ് V3 സ്റ്റഡീഡ് വെൽ എന്തായിരിക്കണം? ഹാഡ് V3 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്ത് വേണം? അതിന്റെ മെയിൻ ക്ലോസ് വരുമ്പോഴേക്കും വുഡ്, അല്ലെങ്കിൽ എന്ത് വേണം? വുഡ്, കുഡ്, അല്ലെങ്കിൽ എന്ത്? വുഡ്, കുഡ്, അല്ലെങ്കിൽ എന്താണ്? ഷുഡ് വരാം. പിന്നെ എന്ത് വരാം? ജസ്റ്റ് പെൻ എടുത്തോട്ടെ. ഓക്കെ, വുഡ് വരാം, കുഡ് വരാം, ഷുഡ് വരാം, മൈറ്റ് വരാം അല്ലെ. മൈറ്റ് വരാം. പ്ലസ് എന്ത് വേണം? ഹാവ് V3 ആണ്. അപ്പൊ ഹാഡ് V3 ഫോർമാറ്റ് ആണെങ്കിൽ വുഡ്, കുഡ്, പിന്നെ വുഡ്, കുഡ്, ഷുഡ്, ഷുഡും കൂടിയുണ്ട് കേട്ടോ. വുഡ്, കുഡ്, ഷുഡ്, മേ, അതായത് മേ മൈറ്റ് ആകും, ക്യാൻ കുഡ് ആകും, അതേപോലെ ഷാല് ഷുഡ് ആകും, വില്ല് വുഡ് ആകും. അതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഹാഡ് V3 ആണെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. സോ ആൻസർ ഏതാണ്? വുഡ്, ഹാവ്, V3 അല്ലെ. ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. ഇവിടെ ഹാവ് ഉണ്ട്, V3 ഉണ്ട്, പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന വില്ലാണ്. അപ്പൊ ഇതല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കിഡ്സ് ആർ ഫോണ്ട്. ഫോണ്ട് ഓഫ് ആണ് പറയുന്നത്. ഫോണ്ട് ഓഫ് ഗെയിംസ് ആണ് വരേണ്ടത്. അതായത് നമ്മൾ എപ്പോഴും ഫോണിന് ശേഷം നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫ് എന്ന പ്രപ്പോസിഷൻ ആണ്. ഫോണ്ട് ഓഫ് ഗെയിംസ് ആണ്. ഓക്കെ, എന്താ? കുട്ടികൾക്ക് അതിനോടാണുള്ള ഇഷ്ടം, ഒരു ഇഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗെയിംസിനോടാണ് കുട്ടികൾക്ക് ഇഷ്ടം എന്നുള്ളത്. അപ്പൊ എന്താണ്? കിഡ്സ് ആർ ഫോണ്ട് ഓഫ്. ഫോണ്ട് കഴിയുമ്പോൾ ഓഫ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദ ഇഡിയം എ റെഡ് ലെറ്റർ ഡേ. എന്താണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്? നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ് നമ്മൾ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. എ വെരി ഇമ്പോർട്ടന്റ് ഡേ ആണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. ബ്രേക്ക് എ ലെഗ്. എന്താണ് ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. എന്താണ്? വിഷ് ഗുഡ് ലക്ക് അല്ലെ, ഓൾ ദ ബെസ്റ്റ്. അതിനെയാണ് ബ്രേക്ക് എ ലെഗ് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് പറയാൻ വേണ്ടി പറ്റുന്നത്? ഓക്കെ, കോൾഡ് ഫീറ്റ്. കോൾഡ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾഡ് ഫീറ്റ് എന്താണ്? കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത് ലോസ് കോൺഫിഡൻസ് അല്ലെ. ലോസ് ഓഫ് കോൺഫിഡൻസ്, ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്തതിനെയാണ് നമ്മൾ കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം. ഐ കെയിം അക്രോസ് എ ഡാഷ് ഓഫ് ഗേൾസ് ഇൻ ദ പാർക്ക്. ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാര്യം ബെവി ഓഫ് ഗേൾസും പറയും, ഗാഗിൾ ഓഫ് ഗേൾസ് പറയും, പ്രൈഡ് ഓഫ് ലയൺ ആണ്, പാക്ക് ഓഫ് വൂൾഫ്, ഇതൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കളക്റ്റീവ് നൗൺ. അപ്പൊ ബെവിയും ഗാഗിളും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ ബെവി ഓഫ് ഗേൾസ് എന്ന് പറയും, അതേപോലെ ഗാഗിൾ ഓഫ് ഗേൾസും പറയാറുണ്ട്. ദ വേർഡ് സ്കാപ്പഗോട്ട്. എന്താണ്? സ്കേപ്പഗോട്ട് കേട്ടോ. സ്കേപ്പഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്കേപ്പഗോട്ട് എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സംവൺ എൽസ് റോങ്. അതായത് മറ്റുള്ളവന്റെ ആരോ ഒരാൾ ചെയ്ത തെറ്റിനെ എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്വയം ബ്ലെയിം ചെയ്യണേനെയാണ്. എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ ആരോ ചെയ്ത തെറ്റിനെ നമ്മളെ ബ്ലെയിം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്കേപ്പഗോട്ട് എന്ന് പറയുന്നത്. എന്താണ്? സ്കേപ്പഗോട്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാവാഗന്റ്. ഒത്തിരി തവണ നമ്മൾ പറഞ്ഞതാണ്, പല പല ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. എക്സ്ട്രാവാഗന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൂർത്തൻ. അതാണ് എക്സ്ട്രാവാഗന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത്? എക്സ്ട്രാവാഗന്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? നമ്മുടെ ത്രിഫ്റ്റി. അതായത് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്? മിതവ്യയം, പിശുക്കൻ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു മീനിങ് ആണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ എക്സ്പ്രഷൻ സിനെ ക്വാ നോൺ. എന്താണ് സിനെ ക്വാ നോൺ എന്ന് പറഞ്ഞാൽ എന്താണ്?
ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ആണ്. ആൻ എസെൻഷ്യൽ കണ്ടീഷനാണ് സിനെ ക്വാ നോൺ എന്ന് പറയുന്നത്. എന്താണ്? ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ആണ്. അങ്ങനത്തെ കുറേ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് വിസേവിസ്. എന്താണ് വിസേവിസ് എന്ന് പറയുന്നത്? ഫേസ് ടു ഫേസ് എന്ന് വരാറുണ്ട്. ഫേസ് ടു ഫേസ്, അതേപോലെ തന്നെ ഇൻ റിലേഷൻ ടു. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇൻ റിലേഷൻ ടു, ഫേസ് ടു ഫേസും വരും, ഇൻ റിലേഷൻ ടു. രണ്ടും ആൻസറിൽ ഇത് രണ്ടും തന്നിട്ടുമുണ്ട്. ഫേസ് ടു ഫേസ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്, ഇൻ റിലേഷൻ ടുവും ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. ചൂസ് എ കറക്റ്റ് സെന്റൻസ്. ഹി ഈസ് റൈറ്റിംഗ് ഫോർ 2 hours. അടുത്ത എന്താണ്? ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഹി റൈറ്റ് സിൻസ് 2 hours. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 2 hours. ഇവിടെ നമ്മൾ പറയുന്നത്, അതായത് നമുക്കറിയാം ഇവിടെ ഒരു കഴിഞ്ഞ കാലത്തിൽ തുടങ്ങിയ ഒരു കാര്യമാണ് അല്ലെ, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറായിട്ട് അവൻ എന്ത് ചെയ്യാണ്? എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മീനിങ് ആണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ ഹി ഈസ് റൈറ്റിംഗ് ഫോർ 2 hours എന്ന് വരില്ല. ഓക്കെ, ഇനി എന്താണ്? ഇവിടെ ഒരു പ്രത്യേക സമയമാണെങ്കിലാണ് നമ്മളവിടെ സിൻസ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? ടൈം ഓഫ് പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? 4 ആണ്. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരേണ്ടത്? ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 2 മണിക്കൂറോളമായിട്ട് അവൻ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ള മീനിങ് ആണ്. സിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പോയിന്റ് ഓഫ് ടൈം ആണ് പറയുന്നത്. ഇപ്പൊ 2 മണി മുതൽ അല്ലെ, അങ്ങനെയൊക്കെ പറയില്ല, 5 മണിക്ക് മുതൽ അല്ലെങ്കിൽ രാവിലെ മുതൽ, ആ ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ സിൻസ് യൂസ് ചെയ്തേനെ. ഇവിടെ പീരീഡ് ഓഫ് ടൈം ആയതുകൊണ്ടാണ് അവിടെ 4 യൂസ് ചെയ്തത്. ഫൈൻഡ് ദ പാസീവ് വോയിസ് ഓഫ് വെൻ ഡിഡ് യു ബൈ ദ ബോട്ട്. വെൻ ഡിഡ് യു ബൈ ദ ബോട്ടിന്റെ പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം എന്താണ്? ഇത് തന്നിരിക്കുന്ന സിമ്പിൾ പാസിലായിരിക്കണം അല്ലെ. അപ്പൊ എന്ത്? വെൻ ഡിഡ് യു ബൈ ദ ബോട്ട് എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്ത് വേണം? അവിടെ വാസ് അല്ലെങ്കിൽ വേറെ വേണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ വെൻ വാസ് ദ ബോട്ട്. ബോട്ട് കണ്ടാ, അതിന്റെ ബേസ് വാസ് അല്ലെങ്കിൽ വേറെ വേണം. അതേപോലെ തന്നെ എന്താണ്? അതിന്റെ ബൈ എന്നുള്ളതിന്റെ V3 ഫോമായ ബോട്ടും വേണം. കണ്ടോ, ബോട്ട്. വെൻ വാസ് ദ ബോട്ട്, ബോട്ട്. ഓക്കെ, ചൂസ് എ സിംഗുലർ ഓഫ് ഡാറ്റ. ഡാറ്റയുടെ സിംഗുലർ എന്താണ്? ഡാറ്റമാണ്. DATUM ആണ് ഡാറ്റ. അതിന്റെ സിംഗുലർ എന്ന് പറയുന്നത്. അതിന്റെ പ്ലൂറൽ ആണ് എന്ത് വരുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഒത്തിരി നമുക്ക് ചോദിക്കാറുണ്ട് സിംഗുലർ പ്ലൂറൽ ആയിട്ട് വ്യത്യാസം വേണ്ടി വരുന്നത്. കാക്ടസ്, ഓക്കെ, സിംഗുലർ ആണ്. അതിന് പറയുന്നത് കാക്ടി എന്നാണ്. അതേപോലെ കാക്ടസസ് നമുക്ക് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് വന്നിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാക്ടി പറയും. അതേപോലെ തന്നെ കരിക്കുലം. കരിക്കുലത്തിന്റെ എന്താണ്? കരിക്കുലം. കരിക്കുലം എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത്? കരിക്കുല. കരിക്കുലയാണ്, കുലയാണ്. കണ്ട, അങ്ങനെ ഓർത്താൽ മതി. കുലയാണ് അല്ലെ. കുല എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ ഉള്ള സാധനത്തിനാണ്. തേങ്ങ കൊല, കൊല അല്ലെ, കുറെ ഉണ്ട്. അപ്പൊ കരിക്കുല എന്ന് മതി, കുലം വേണ്ട. കരിക്കുലം എന്ന് പറയുമ്പോൾ സിംഗുലറും, കരിക്കുല എന്ന് പറയുമ്പോൾ അതെന്താണ്? പ്ലൂറലുമാണ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. There is a little water in the glass. ലിറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ശരിക്കും അവിടെ നോ എന്നൊരു മീനിങ് ആണ്. ഓൾമോസ്റ്റ് നത്തിങ്, ആ ഒരു മീനിങ് ആണ് വരേണ്ടത്. ഇവിടെ നമ്മൾ എല്ലാവരും ആൻസറിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഇതിലായിരിക്കും. ഓക്കെ, സം വാട്ടർ എന്നുള്ളതല്ല, ഇതുമല്ല, ഇതിലേക്കായിരിക്കും നമുക്ക് ആൻസറിലേക്ക് പോകാൻ ടെൻഡൻസി കൂടുതൽ. പക്ഷെ അവിടെ ശരിക്കും ഒട്ടുമില്ല എന്നുള്ളതല്ല. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, നമുക്ക് വേണ്ടത്രയും ഇല്ല. അതാണ് ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ്. അതായത് എനിക്ക് കുടിക്കണം, പക്ഷെ ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയുന്നുണ്ട്? ലിറ്റിൽ എ, ലിറ്റിൽ ഫ്യൂ എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പറയാറില്ലേ? സെയിം മീനിങ് തന്നെയാണ്. ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിറ്റിൽ എ ലിറ്റിൽ, അതായത് എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ അത്രേ, ആ ഒരു മീനിങ് വരത്തില്ല. അതായത് ലിറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്? വെരി ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ്, അതായത് വളരെ കുറച്ച് വെള്ളമേ ആ ഗ്ലാസ്സിലുള്ളൂ, എനിക്ക് വേണ്ടത്രയും എന്താണ് ആ ഗ്ലാസ്സിലില്ല. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ ബി ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ആൻസർ സിയിലേക്കായിരിക്കും പോകാനുള്ള ടെൻഡൻസി. അതല്ല ആൻസർ, ആൻസർ ബി ആണ്. ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് ഓഫ്. പുട്ട് ഔട്ട് എന്താണ്? എക്സ്റ്റിങ്ക്യൂഷ് ആണ്. പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പോസ്റ്റ്പോൺ ആണ്. പോസ്റ്റ്പോൺ. ഓക്കെ, ടു പോസ്റ്റ്പോൺ സംതിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുട്ട് ഓഫ് എന്ന് പറയുന്നത്. പുട്ടപ്പ് ആണെങ്കിൽ ആ പുട്ടപ്പ്, പുട്ടപ്പ് മീൻസ് എന്താ? റൈസ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. പുട്ട് ഓൺ. പുട്ട് ഓൺ എന്താണ്? പുട്ട് ഓൺ വെയർ അല്ലെ, ധരിക്കുക എന്നുള്ള മീനിങ് ആണ് പുട്ട് ഓൺ വരുന്നത്. പുട്ട് ഔട്ട് ആണെങ്കിൽ, പുട്ട് ഔട്ട് ആണെങ്കിൽ എക്സ്റ്റിങ്ക്യൂഷ് ആണ്. എക്സ്റ്റിങ്ക്യൂഷ്, പുട്ട് ഔട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇറ്റ് മേ ടേക്ക് ടൈം ടു ഡാഷ് എ ന്യൂ സിറ്റുവേഷൻ. അതായത് ഇവിടെ എന്താണ് നമുക്കെന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ആണ് വേണ്ടത്. ഓപ്ഷൻ
സി ആണ് വേണ്ടത്, അഡാപ്റ്റ്. അതായത് ഇറ്റ് മേ ടേക്ക് ടൈം ടു അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻ. ആ ഒരു പുതിയ സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് എന്താണ് ഒന്ന് സെറ്റ് ആവാൻ, നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതുമായിട്ട് എന്താണ് പൊരുത്തപ്പെടുക, അതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരേണ്ടത്. ആ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. എന്താണ് അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ? അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെയൊക്കെ അഡോപ്റ്റ് ചെയ്യത്തില്ലേ, ആ ഒരു മീനിങ് ആണ് അഡോപ്റ്റ്. കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അഡപ്റ്റ് എന്താണ്? അഡപ്റ്റ് എന്ന് പറയുന്നത് വെൽ സ്കിൽഡ് ആണ്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അഗ്രി ചെയ്യുന്നു, അതിനെയാണ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അഗ്രി ചെയ്യുക അല്ലെ, ടു അഗ്രി ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്നും പഠിച്ചു വെക്കുക. അഡോപ്റ്റ്, അഡപ്റ്റ്, അഡാപ്റ്റ്. അഡാപ്റ്റ് ആണ് എന്ത് ചെയ്യുക? പൊരുത്തപ്പെടുക എന്നുള്ള മീനിങ്, സാഹചര്യവുമായി പൊരുത്തപ്പെടുക. അഡോപ്റ്റ് ചെയ്യുക, കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുക. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ സ്കിൽഡ്, ആ ഒരു മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. ഇവിടെ എന്താണ്? ദാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണത്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്നു ബെറ്റർ ദാൻ അല്ലെ, ഷോർട്ടർ ദാൻ, ടോളർ ദാൻ, ഹോട്ടർ ദാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ഇവിടെ ദാൻ വരുമ്പോൾ നമുക്കറിയാം അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്നറിയാം. ഇവിടുത്തെ കമ്പാരിറ്റീവ് ഫോം ഏതാണ്? ബാഡിന്റെ കമ്പാരിറ്റീവ് എന്ന് പറയുന്നത് വേഴ്സ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ്. ഓക്കെ, ബാഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പോസിറ്റീവ് ഡിഗ്രി ആണ്. ഇനി അടുത്ത എന്താണ്? വേഴ്സ്റ്റ്. വേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ആണ്. വേഴ്സ് ആണ് എന്ത്? കമ്പാരിറ്റീവ് ഡിഗ്രി വരേണ്ടത്. അപ്പൊ ഇവിടെ ഏതാണ് വരേണ്ടത്? വേഴ്സ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണിത് വരേണ്ടത്? ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം പറഞ്ഞാലോ. ലിറ്റിൽ. എന്ത് വരും? ലിറ്റിൽ കഴിഞ്ഞാൽ പിന്നെ ലെസ്. നെക്സ്റ്റ് എന്താണ്? ലീസ്റ്റ് വരണം. ഓക്കെ, ഓൾഡ്. ഓൾഡ് ആണെങ്കിൽ എന്ത് വരണം? ഓൾഡ് ആണെങ്കിൽ ഓൾഡർ. അടുത്ത് എന്ത് വരണം? ഓൾഡസ്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഓൾഡിന് വേറൊന്നും കൂടി ഉണ്ട്, എൽഡറും പറയും, അതേപോലെ തന്നെ എൽഡസ്റ്റും കൂടി വരും. ഓക്കെ, അത് നമ്മൾ റിലേറ്റീവ്സ് അങ്ങനത്തെ ആ ഒരു മീനിങ്ങിലാണ്. രക്തബന്ധം ഉണ്ടെങ്കിലും അല്ലാത്തതിനും തമ്മിലൊരു വ്യത്യാസം ഉണ്ട്. അത് കറക്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാവേ. ഓക്കെ, ഇനി എന്താണ്? ഫാർ ആണെങ്കിലോ. ഫാർ. ഫാർ എന്ന് പറയുമ്പോൾ ദൂരത്തിൽ. അപ്പൊ ഇവിടെ എന്ത് വരണം? ഫാർദർ, അല്ലെങ്കിൽ എന്ത് പറയാം? ഫർദർ. ഓക്കെ, അതാണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഫാർദസ്റ്റ്, അല്ലെങ്കിൽ ഫർദസ്റ്റ്. ഇത് രണ്ടും പറയാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഇന്നാണെങ്കിൽ ഇന്നർ, ഇന്നർ ഇൻമോസ്റ്റ്, അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ്, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അത് നിങ്ങൾ കുറച്ചധികം പഠിക്കാനുണ്ട്. ഗുഡ് ആണെങ്കിൽ ബെറ്റർ, ബെസ്റ്റ് വരണം, അതേപോലെ തന്നെ. നെക്സ്റ്റ് നോക്കാം. ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. എപ്പോഴും ഒത്തിരി തവണ കാണുന്ന ക്വസ്റ്റൻ ആണ് അല്ലെ. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കറക്കി കുത്തി എഴുതാം. എന്താണ്? കറക്കിക്കുത്തിയല്ല, കണ്ണും പൂട്ടി എഴുതാം. ഹാഡ് ലെഫ്റ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. എന്താണ്? കഴിഞ്ഞ കാലത്ത് നടന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും എന്താണ്? അവൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രണ്ട് കാര്യങ്ങളാണ് അല്ലേ പറ. ഒന്നെന്താ? ട്രെയിൻ പുറപ്പെട്ടു, പിന്നെ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അതിൽ ആദ്യം നടന്ന എന്തായിരിക്കും? ട്രെയിൻ പുറപ്പെട്ടു. ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമാണ് അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യം നടന്ന കാര്യത്തെ നമ്മൾ എപ്പോഴും എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം പറയുന്നത്. ഹാഡ് V3 ആണ്. അപ്പൊ ആദ്യം നടന്ന കാര്യം ഹാഡ് V3 ആയിരിക്കണം. ഓക്കെ, ഞാനവിടെ ചെന്നപ്പോഴേക്കും വണ്ടി പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്താണ്? ഞാൻ ചെല്ലുന്നതിന് മുമ്പ് വണ്ടി പോയി. അപ്പൊ ആദ്യം നടന്ന കാര്യം എന്താണ്? വണ്ടിയാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. എന്താണ്? ശിപാർശയാണ്. ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. ശുപാർശയല്ല, ശിപാർശയാണ് ശരിയായ എന്ന് പറയുന്നത്. അതേപോലെ സമ്രാട്ട് അല്ലെ, സമ്രാട്ട്, ഇതാണ് ശരി എന്ന് പറയുന്നത്. സമ്രാട്ട്, സാമ്രാട്ടല്ല, സമ്രാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശിരച്ഛേദം, അതെങ്ങനെയാ എഴുതേണ്ടത്? ശിരച്ഛേദം. ഓക്കെ, ശരചന്ദ്രൻ, അതെങ്ങനെയാ എഴുതേണ്ടത്? ശരചന്ദ്രൻ. ഇതാണ് ശരചന്ദ്രൻ ശരിയായിട്ട് എഴുതേണ്ടത്. പിന്നെന്ത് നമുക്ക് പറയാം? കുറച്ച് അതേപോലത്തെ പഠിച്ചു വെച്ചാലോ. അതിഥി അല്ലെ, തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. ഇവിടെ ചിലപ്പോൾ തിരിച്ചു തരും, ഇങ്ങനെയൊക്കെ തരും. നിങ്ങൾ ശരി മാത്രം പഠിച്ചു വെക്കണേ, തെറ്റ് പഠിച്ചു വെക്കണ്ട. ശരി എന്തോ അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങളിപ്പോ തെറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തെറ്റ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞപ്പോൾ ഒരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു, അനുഗ്രഹം ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത് കേട്ടോ. അനുഗ്രഹമാണ്. ഓക്കെ, അനുഗ്രഹീതൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. അനുഗ്രഹീതൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത്. അനുഗ്രഹം ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലായിടത്തും നോട്ട്സിലൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ ഗൃഹമാണ് എന്നൊരു ജസ്റ്റ് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അനുഗ്രഹം ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലായിടത്തും കണ്ടത്, ഇങ്ങനെ തന്നെയാണ്. ഇനി അതിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ മലയാളത്തിൽ അങ്ങനെ പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ കുറച്ചധികം അതിനെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ ടെലിഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിലും കൂടി ഒന്ന് പിൻ ചെയ്ത് മെസ്സേജ് ഇട്ടാൽ
മതി, ഞാനിത് പിൻ ചെയ്തിട്ടോളാം. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കണ്ടത്. ഞാൻ ആ ഒരു കമന്റ് കണ്ടപ്പോൾ ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തായിരുന്നു, പക്ഷെ എല്ലായിടത്തും ഞാൻ ഇത് തന്നെയാണ് കണ്ടത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അടുത്ത് നോക്കാൻ വേണ്ടി പറ്റുന്നത്? ക്രീഡ. ക്രീഡ എങ്ങനെയാ എഴുതുന്നത്? ക്രീഡ, ഈ ഡായാണ് ക്രീഡയ്ക്ക് വരേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഗുമസ്തൻ എങ്ങനെയാണ് ഗുമസ്തൻ എഴുതേണ്ടത്? ഗുമസ്തൻ, ഈ ഇതാണ് വരേണ്ടത്. നമ്മൾ ഇതിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗുമസ്തൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. ചിലവ്. ചിലവ് എങ്ങനെയാണ്? ചിലവല്ല, ചെലവാണ്. ചെലവ്, ഇതാണ് ശരിയായ പദം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ വേറെന്താ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്? ഉടമസ്ഥൻ. അതെങ്ങനെയാ എഴുതേണ്ടത്? ഉടമസ്ഥൻ. ഇവിടെ എന്താണ്? ഈ സ്ഥായാണ് വരേണ്ടത്, ഉടമസ്ഥന്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിന്റെ ഉചിതമായ മലയാളം എഴുതുക. എന്താണ് ടു ലുക്ക് ബ്ലൂ? കാണുമ്പോൾ എന്താണ്? ഭയങ്കര വിഷണ്ണനായിരിക്കുക, അതിനെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ടു ലുക്ക് ബ്ലൂ, ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷണ്ണനായിരിക്കുക, ഭയങ്കര വിഷമിച്ചിരിക്കുന്ന അതിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സർവം ആത്മാവായി കരുതുന്നവനെ പറയുന്ന പേരാണ് എന്താ? സർവം ആത്മാവായി കരുതുന്നവനാണ് ആത്മയാജി. എന്താണ്? ആത്മയാജി. സർവം ആത്മാവായി കരുതുന്നവനാണ് ആത്മയാജി. ഇനി കുറച്ച് ഒറ്റപ്പദങ്ങൾ നമുക്ക് പഠിച്ചാലോ? നമ്മൾ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മൾ നോർമലി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ? അറിയാൻ ആഗ്രഹിക്കുന്നവരാരാണ്? ജിജ്ഞാസു അല്ലെ? അറിയാൻ ആഗ്രഹിക്കുന്ന ആളെ പറയുന്ന പേര് ജിജ്ഞാസു ആണ്. അറിയാനുള്ള ആഗ്രഹമാണെങ്കിലോ അത് ജിജ്ഞാസയാണ്. ഓക്കെ, എന്താണ്? ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയും, ആഗ്രഹിക്കുന്ന ആളെ ആണെങ്കിൽ ജിജ്ഞാസു ആണ്. ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ പറയുന്നത്? കുടിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ എന്താണ് പറയുന്നത്? പിപാസ അല്ലെ? കുടിക്കാനുള്ള ആഗ്രഹത്തെ പിപാസ എന്നും, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ പറയുന്ന പേരെന്താണ്? പിപാസു എന്ന് പറയും. ഓക്കെ, ഇനി എന്താ? കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ്? കാണാൻ ആഗ്രഹിക്കുന്ന ആളെ പറയുന്ന പേരാണ് ദിദൃക്ഷു. ദിദൃക്ഷു അല്ലെ? ദൃഷ്ടി, അങ്ങനെ ഓർത്താൽ മതി. ദിദൃക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ ആഗ്രഹിക്കുന്നയാളെയാണ്. ജനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ എന്താണ്? ജനങ്ങളെ സംബന്ധിച്ചതിനെ ജനകീയം എന്ന് പറയും. ജനകീയം. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ത് പറയും? ജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ പറയുന്ന പേരാണ് ജിഗീഷു എന്ന് പറയുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ത് പറയും? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പിപ്പടിഷു എന്ന് പറയും. എന്താണ്? പിപ്പടിഷു. പഠിക്കാനുള്ള ആഗ്രഹമാണെങ്കിലോ അത് പിപ്പടിസ എന്ന് പറയും. പിപ്പടിസ. ഓക്കെ, ഇനി വേറൊരെണ്ണമുണ്ട്. രണ്ട് വാക്കുകളാണ്. പതിവ്രത. ഓക്കെ, പിന്നെ എന്താണ്? പതിവ്രത. ഇതിലേതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കറക്റ്റ് ആണ്. അതൊന്ന് ഓർത്തിരിക്കണേ. ഈ പതിവ്രത എന്ന് പറയുന്നത് കണ്ടോ? വൃഥ എന്ന് പറയുന്നത് പതികളാൽ ചുറ്റപ്പെട്ടവൾ എന്നാണ്. പതികളാൽ ചുറ്റപ്പെട്ടവൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പതിവ്രത എന്ന് പറയുന്നത്. ഇനി ഈ പതിവ്രത എന്താണ്? പതിവ്രത എന്ന് പറഞ്ഞാൽ ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ. ഭർത്താവിൽ നിഷ്ഠയുള്ളവളെയാണ് നമ്മൾ ഈ പതിവ്രത എന്ന് പറയുന്നത്. നിഷ്ഠയുള്ളവൾ. ഓക്കെ, അത് രണ്ടും ഒന്നൊന്ന് ഓർത്ത് വെക്കണേ. പതിവ്രതയുമുണ്ട്, പതിവ്രതയുമുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. മുഖ്യം എന്ന പദത്തിന്റെ വിപരീതം എന്താ? മുഖ്യം വിപരീതമാണ് ഗൗണം. എന്താണ്? മുഖ്യം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഗൗണം എന്ന് പറയുന്നത്. ഓക്കെ, നീചം എന്താണ്? നീചം ഓപ്പോസിറ്റ് എന്താണ്? ഉച്ച നീചത്വങ്ങൾ. നമ്മൾ എന്താ പറയുന്നത്? ഉച്ചമാണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അണിയം ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്? അമരം. അണിയത്ത്, അമരത്ത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ ദുർഗതി ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്? ദുർഗതിയുടെ ഓപ്പോസിറ്റ് ആണ് സദ്ഗതി. ദുർഗതി ഓപ്പോസിറ്റ് എന്താണ്? സദ്ഗതിയാണ്. ഓക്കെ, ഇനി വർജിക്കുക എന്താണ്? ഓപ്പോസിറ്റ് എന്തായിരിക്കും? സ്വീകാര്യം. വർജിക്കുക ഓപ്പോസിറ്റ് ആണ് സ്വീകരിക്കുക എന്നുള്ള മീനിങ് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദൗർലഭ്യം എന്തായിരിക്കും? ദൗർലഭ്യം ഓപ്പോസിറ്റ് എന്ത് വരണം? ദൗർലഭ്യം ഓപ്പോസിറ്റ് ആണ് സൗലഭ്യം. ഓക്കെ, ധീരൻ എന്തായിരിക്കും? ധീരന്റെ ഓപ്പോസിറ്റ് ആണ് ഭീരു അല്ലെ? നന്മ ഓപ്പോസിറ്റ് എന്താണ്? നന്മ ചെയ്യുന്നവൻ, തിന്മ ചെയ്യുന്നവനും അല്ലെ? നന്മയുടെ ഓപ്പോസിറ്റ് ആണ് തിന്മ എന്ന് പറയുന്ന. കട ഓപ്പോസിറ്റ് എന്താണ്? കടയ്ക്കലും തലയ്ക്കലും നമ്മൾ പറയും. കടയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് തലയാണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്? ഇഹം ഓപ്പോസിറ്റ് എന്താണ്? ഇഹം ഓപ്പോസിറ്റ് ആണ് പരം എന്ന് പറയുന്നത്. പരം. ദീർഘം ഓപ്പോസിറ്റ് എന്ത് വരും? ദീർഘം
ഓപ്പോസിറ്റ് ആണ് ഹ്രസ്വം എന്നുള്ളത്. ദീർഘത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഹ്രസ്വം എന്നുള്ളത്. സദ്ഗതി ഓപ്പോസിറ്റ് എന്ത് വന്നം? സദ്ഗതി. ദുർഗതിയാണ്. സദ്ഗതി ഓപ്പോസിറ്റ് ആണ് ദുർഗതി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലൊന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റ്യനില്. എന്താണ്? പഠിക്കുന്നതിന് മുമ്പ് ഗുരുക്കളാകരുത്, പിന്നെന്താണ്? ഓട്ടയിടം കൊണ്ട് വെളിച്ചപ്പെടരുത്, കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്, ദണ്ഡം ചെയ്ത് പിണ്ടം വെക്കരുത്. എന്താണ്? കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. ഇതാണ് ഒരുക്കങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എന്തും പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തെറ്റായ വാക്യം. ഏകദേശം 300 പേർ ആ സന്ധ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓക്കെയാണ്. ഏകദേശം 300 പേരെന്ന് പറയുന്നത്. ഏകദേശം 300ഓളം. ഇവിടെ ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ഓളം ഉണ്ട്, അത് നമുക്കവിടെ ആവശ്യമില്ല, അത് തെറ്റാണ്. 300ഓളം പേർ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെയാണ്. 300 പേരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. 300 പേരെങ്കിലും എന്ന് പറയുമ്പോൾ ഏകദേശം 300 പേർ സദ്യയിൽ പങ്കെടുത്തു എന്നുള്ള മീനിങ് ആണ്. ഇത് മൂന്നും എന്താണ്? ശരിയാണ്. ഇവിടെ തെറ്റെന്ന് പറയുന്നത് ഈ പറയുന്ന ഏകദേശം 300ഓളം, അതായത് പറയുന്ന എത്രയേ ഉള്ളൂ? ഏകദേശം ഓളം. അത് രണ്ടും കൂടി എന്ത് ചെയ്യില്ല? എങ്കിലും അതൊന്നും ഒരുമിച്ച് വരത്തില്ല. പാമ്പ് എന്ന പദത്തിന്റെ പര്യായം. പാമ്പെന്ന് പറയുമ്പോൾ എന്താണ്? വിലേശയമാണ് പാമ്പെന്ന് പറയുന്നത്. അപ്പൊ പാമ്പിന്റെ പര്യായങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഉരകം എന്ന് പറഞ്ഞാൽ പാമ്പാണ്, ഭുജകം എന്ന് പറഞ്ഞാൽ പാമ്പാണ്, ഫണി എന്ന് പറഞ്ഞാൽ പാമ്പാണ്, നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ്, അഹി എന്ന് പറഞ്ഞാലും എന്താണ്? പാമ്പാണ്. ഉരകം, ഭുജകം, ഫണി, നാഗം, അഹി ഇതെല്ലാം എന്താണ്? പാമ്പിന്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ. വെണ്മ നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വെള് പ്ലസ് മായാണ് വെണ്മ എന്ന് പറയുന്നത്, അല്ലെ? നന്മ എന്താണ്? നന്മ എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത്? നല് പ്ലസ് മായാണ് നന്മ എന്ന് പറയുന്നത്. ഇത് വെളും വരും, അതേപോലെ വെൾ പ്ലസ് മായും വരും കേട്ടോ. അത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ല് എന്ന് പറയണതും ഇല്ലെന്ന് പറയുന്നതും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പൊ വെള് പ്ലസ് മായാണ് എന്ത്? വെണ്മ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാരണവ്യാള ബല്ലൂക വൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസൻ. ഇവിടെ ഈ ബല്ലൂക എന്ന് പറയുന്നത് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ബല്ലൂക എന്ന് പറയുന്നത് ഇവിടെ കരടിയാണ്. കരടി. ഓക്കെ, അതിന്റെ മീനിങ് ആണ്. അടിവരയിട്ട പദത്തിന്റെ സമാന പദമാണ് എന്ത്? കരടി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദിക്ക് പ്ലസ് നാഗൻ എന്ന പദങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ വരുന്നത് ദിഗ്നാഗനാണ്. ഇവിടെ ക് എന്നുള്ളത് വരില്ല. അതായത് ക് പ്ലസ് നാ ചേരുമ്പോഴേക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതാണ് പറയേണ്ടത്. ദിഗ്നാഗനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ദിഗ്നാഗൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ മാത്സിലേക്ക് പോകാം. ഇനി x-4, x-2, x എന്നിവ അഭാജ്യ സംഖ്യകളാണ് എങ്കിൽ x+2 എന്നത് ഒരു അഭാജ്യ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകും x-4നോട് നമ്മൾ എന്ത് ചെയ്തു? 2 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? x-2 കിട്ടുന്നത്. ഇതിനോട് നമ്മൾ 2 കൂട്ടുമ്പോഴാണ് നമുക്ക് x കിട്ടുന്നത്. അതായത് x-4, x-2, x ഇതിന്റെ എല്ലാത്തിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണല്ലോ. അഭാജ്യ സംഖ്യയാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട്. ഇവിടെ 2 ഗ്യാപ്പ് വരുന്ന ഈ 3 മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് നിങ്ങൾ എത്ര എഴുതി നോക്കി ഇങ്ങനെ 2 ഗ്യാപ്പുകൾ അടുപ്പിച്ച് വരുന്ന ഒന്നും കിട്ടില്ല. അപ്പൊ ഇത് സംഖ്യകൾ ഏതൊക്കെയാണ്? 3, 5, 7. ഇത് 7 ആണെങ്കിൽ x7 ആണെങ്കിൽ x+2 എന്ന് പറയുന്നത് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 7 + 2 എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, 9 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യ അല്ല. ഇതല്ല. ഭാജ്യസംഖ്യയും അതേസമയം പൂർണ്ണവർഗവുമാണ്. ഭാജ്യമാണ്, അല്ലെ? അതിനെ വിഭജിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഭാജ്യം എന്ന് പറയുന്നത്. വിഭജിക്കാൻ പറ്റും. പൂർണ്ണവർഗമാണ്. 3ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓക്കെയാണ്. ഒരു ഭാജ്യസംഖ്യയും അതേസമയം പൂർണ്ണസംഖ്യയുടെ വർഗമല്ലാത്തതുമാണ്. അല്ല, നമുക്കറിയാം അതൊരു പൂർണ്ണവർഗമാണെന്ന്. ഭാജ്യസംഖ്യയാണ്, അതേസമയം 5ന്റെ ഗുണിതമാണ്. ഒരിക്കലും അല്ല, അല്ലെ? 9 എന്ന് പറയുമ്പോൾ 5ന്റെ ഗുണിതമല്ല. അപ്പൊ ഇതുമല്ല ആൻസർ. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ നിങ്ങൾ ഇത് 3, ഇത് 5, ഇത് 7 ആണെന്നുള്ള ഒറ്റ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 10നെ x% വർദ്ധിപ്പിച്ച് 30നെ x% കുറച്ചാൽ കിട്ടുന്ന അതേ വില കിട്ടുമെങ്കിൽ x എത്രയെന്ന് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. 10നെ x% വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അതിനെ ചെയ്യേണ്ടത്. ഇപ്പൊ 100നെ 10% വർദ്ധിപ്പിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പറയും 110 ആണെന്ന് പറയും, അല്ലെ? അതേപോലെ തന്നെ ഇവിടെ x-നെ
10% വർദ്ധിപ്പിച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 + x ആണ്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 100. ഇതിനെ 10% വർദ്ധിപ്പിച്ചപ്പോൾ കിട്ടുന്നത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? 30നെ എന്താണ് x% കുറയ്ക്കുമ്പോൾ കിട്ടുന്നതും തുല്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ x% കിട്ടുന്നതും ഇതിന്റെ 30% x% കുറച്ചാൽ കിട്ടുന്നതും എന്താണ്? തുല്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0 0 കട്ടായി പോകും അല്ലെ. ഇവിടെ എന്ത് വരും? 100 + x എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 30. ഇവിടെ ഒരു ബൈ 10 ഉണ്ട്. ഇവിടെ എന്ത് ഉണ്ട്? 100 - x ഉണ്ട്. ഈ 10 എന്ന് പറയുന്നത് ഇപ്പുറത്ത് കിടക്കുന്ന 10 ആണ് കേട്ടാ. 0 0 കട്ടായി പോയി. 100 + x എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 300 - 3 എന്ന് വരും. 300 - 3x. ഓക്കെ, അവിടെ എന്ത് വരണം? ഇവിടെ നമുക്കറിയാം ഈ ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ x + 3x എന്ന് വരും. ഇവിടെ എന്ത് വരും? 300 - 100 എന്ന് വരും. ഇവിടെ എന്താണ്? 4x എന്ന് പറയുന്നത് 200 ആണെന്ന് കിട്ടും. അപ്പൊ x എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 200 - 4 എന്ന് കിട്ടും. 200 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും 50. അപ്പൊ എക്സിന്റെ വാല്യൂ ചോദിച്ചാൽ എത്രയാണ്? 50 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കണം. 10ന്റെ 10% ചെയ്ത് നോക്കണം അല്ലെ. 10ന്റെ 10% എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്? ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പൊ 11 കിട്ടുന്നത്. ഓക്കെ, 30ന്റെ 10% എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 0 വെട്ടിക്കളഞ്ഞ് 3 കുറയ്ക്കുമ്പോൾ 27 കിട്ടും. ഓക്കെ, രണ്ടും എന്താണ്? തുല്യമല്ല. നെക്സ്റ്റ് നോക്കുക. 10ന്റെ 30% എന്ന് പറയുമ്പോൾ 10ന്റെ 30% എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ കിട്ടുന്നത് 3 അല്ലേ. അപ്പൊ 10 + 3 എന്ന് വരും, അതായത് 13 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? 30ന്റെ 30% കണ്ടു നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 0 0 കട്ടായി പോകും. ഇവിടെ 9 വരും. അതായത് 30 - 9 എന്ന് പറയുമ്പോൾ 21. ഇത് രണ്ടും എന്തല്ല? തുല്യമല്ല. അങ്ങനെയും നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു കാറിന്റെ ചക്രത്തിന്റെ വ്യാസം 77 സെന്റിമീറ്റർ ആണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര ദൂരം നീങ്ങിയിരിക്കും? അതായത് ഒരു കാറിന്റെ ചക്രമാണ് എങ്കിൽ ഇതിനിങ്ങനെ ഒരു വട്ടം കറങ്ങുമ്പോൾ ഇതിന്റെ എന്താണ്? ഇതിന്റെ ചുറ്റളവില്ലേ, അത്രയും ഭാഗമായിരിക്കും ഇത് നീങ്ങുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ഈ ചക്രത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ചുറ്റളവ് എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്? 2πr ആണ്. ഇവിടെ തന്നിരിക്കുന്നത് r അല്ല, വ്യാസമാണ് അല്ലെ. അതായത് 2r ആണ് തന്നിരിക്കുന്നത്, 77 ആണെന്ന്. അപ്പൊ ചുറ്റളവ് എത്ര വരും? 2 ഇൻറ്റു വേണ്ടല്ലേ, നമുക്ക് 2r എന്ന് പറയുന്നത് 77 ആണെന്ന് അറിയാം. 77 ഇൻറ്റു പൈയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? 22/7 എന്ന് എഴുതാം. ഓക്കെ, ഇതിവിടെ കട്ടായി പോകും. ഇവിടെ എത്ര വരും ആൻസർ? ഇവിടെ 11 വരും അല്ലെ. 11 ഇൻറ്റു 22 എന്ന് വരും. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അത് 1000 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? അത് കറങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ ഇൻറ്റു 1000 കണ്ടുപിടിക്കാം. 11 ഇൻറ്റു 22 എന്ന് പറയുമ്പോൾ 242 വരും, 1000. ഓക്കെ, ഇത്രയുമാണ് അതിന്റെ അതായത് അത്രയും സെന്റിമീറ്റർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇത്രയും സെന്റിമീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മീറ്ററിലാണ്. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 100 സെന്റിമീറ്റർ ആണല്ലോ നമ്മൾ ഈ പറയുന്ന 1 മീറ്റർ എന്ന് പറയുന്നത്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കട്ടായി പോകും. ആൻസർ എത്ര വരും? 2420 മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ആ കാറ് കവർ ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശത്തേക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നുവെങ്കിൽ 5000 രൂപ ലഭിച്ചേനെ അല്ലെ. കൂടുതൽ കിട്ടുമായിരുന്നു എങ്കിൽ നിക്ഷേപ തുക, അതായത് എന്താണ്? ഒരു വർഷത്തേക്ക് 2% കൂടുതൽ പലിശയ്ക്കാണെന്നാ. അപ്പൊ 5 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 ഇൻറ്റു 2 എത്ര വരും? 10% വരണം. അതിന് എത്രയാണ്? 5000 ലഭിച്ചേനെന്ന്. 10% 5000 ആണെങ്കിൽ 100% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് ക്രോസ് ചെയ്യുക. ഇവിടെ എന്ത് വരും? 5000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10 എന്ന് വരും. അതായത് 50000 രൂപയാണ് എന്ത് ചെയ്യുന്നത്? അയാൾ നിക്ഷേപിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിതിന് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം നോർമലി നമ്മുടെ ഇക്വേഷൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PNR/100 ആണ് അല്ലെ. 5000 രൂപയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട്. പി നമുക്കറിയില്ല. N എന്ന് പറയുന്നത് 5 വർഷമാണ്. R എന്ന് പറയുന്നത് 2% ഇതിനെ കട്ട് ചെയ്താൽ 5 ഇൻറ്റു 2 10 ആണ്. 10/100 എന്ന് പറയുമ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ ഇത് കട്ടായി പോകും. അപ്പൊ 5000 ഇൻറ്റു 10 എന്ന് വരും. ഇതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് 50000 രൂപയാണ് അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്? നിക്ഷേപിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നോക്കാം. 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. അവയുടെ തുക 60 ആണെങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3x ഉണ്ട്, 4x ഉണ്ട്, 5x ഉണ്ട്. അവയുടെ തുക 60. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 60 കിട്ടണം. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 3 7 7 5 12 12x ആണ് 60 എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ 60 / 12 വരും. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും 5 ആണെന്ന്. ഇനി എന്താണ് ഇവയുടെ വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം സംഖ്യകൾ കണ്ടുപിടിക്കണമല്ലോ. 3x അതായത് 3 × 5 എത്ര വരും? 15. 4x 4 × 5 വരും, 20 വരും. 5x 5 × 5 വരും, എത്രയാണ്? 25 ആണ്. ഇവയുടെ വർഗ്ഗങ്ങളുടെ തുക എന്നാ ചോദിച്ചിരിക്കുന്നത്. സോ 15 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 15ന്റെ സ്ക്വയർ 225 ആണ്, 20ന്റെ സ്ക്വയർ 400 ആണ്, 25ന്റെ സ്ക്വയർ 625 ആണ്. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1250 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5 മുതിർന്നവർ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 3 കുട്ടികൾ അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എങ്കിൽ 4 മുതിർന്നവരും 3 കുട്ടികളും കൂടി ഈ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട സമയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. 5 മുതിർന്നവരെ നമുക്ക് എന്ത് കൊടുക്കാം? 5 men അല്ലെ? അതും 3 ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കും. അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? 3 കുട്ടികള് ചിൽഡ്രൻസ് എന്ത് ചെയ്യുന്നുണ്ട്? 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. നമുക്ക് ഇവരുടെ എഫിഷ്യൻസി വേണമെങ്കിൽ ഇവരുടെ റേഷ്യോ കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? m/c എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ 3 × 5 ഉണ്ട്, ഡിവൈഡ് ബൈ എന്ത് വരും? ഇവിടെ 3 × 5 തന്നെ വരും. അതായത് m/c എന്ന് പറയുന്നത് 1:1. അതായത് ആണുങ്ങളുടെ റേഷ്യോയും ആ കുട്ടികളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നതും എന്താണ്? തുല്യമാണ്. ഓക്കെ, തുല്യമാണെങ്കിൽ നമുക്കറിയാം അവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണുങ്ങൾ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി 1 15 ആണ് അവർ ചെയ്തു തീർക്കേണ്ട ജോലി. അപ്പൊ 15 ആണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക്. ഇനി എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അതായത് വർക്ക് ഡിവൈഡഡ് ബൈ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 മുതിർന്നവർ, ഒരാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 പ്ലസ് 2 കുട്ടികൾ 2 × 1. അപ്പോൾ എത്ര വരും? 15 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 15 ഡിവൈഡ് ബൈ 6 എന്ന് വരും. 15 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് കട്ടായി പോകും അല്ലെ? 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5/2 എന്ന് വരും. 5/2 എന്ന് പറയുമ്പോൾ 2.5 ദിവസം വേണം. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തു. ആൻസർ അതിനുള്ളിൽ ഇല്ല. 2.5 ദിവസമാണ് വേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ചുറ്റളവ് 39.6 ആയ വൃത്തത്തിന്റെ വിസ്തീർണം ഒരു ചതുരത്തിന്റെ വിസ്തീർണത്തിന് തുല്യമാണ് എങ്കിൽ ചതുരത്തിന്റെ നീളം തന്നിട്ടുണ്ട്. എത്രയാണ്? 27.72 ആയാൽ വീതി എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ചുറ്റളവ് 39.6 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? 2πr എന്ന് പറയുന്നത് 39.6 ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് 6 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 39.6 ഡിവൈഡ് ബൈ ഇവിടെ എന്ത് വരും? 2π എന്ന് വരും അല്ലെ? ഡിവൈഡ് ബൈ ചെയ്യുമ്പോഴേക്കും ഇവിടെ നമുക്കൊന്ന് പോയിന്റ് മാറ്റി നോക്കാം. 396 ഡിവൈഡ് ബൈ ഇൻറ്റു 10 ചെയ്താൽ മതി മുകളിലും താഴെ. ഇവിടെ എത്ര കിട്ടും? 396 ഡിവൈഡ് ബൈ 20π എന്ന് കിട്ടി. എന്ത്? റേഡിയസ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ പറയുന്നത്? ആ വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് πr² ആണ്. അത് ചതുരത്തിന്റെ വിസ്തീർണത്തിനോട് തുല്യമാണ്. ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുമ്പോൾ നീളം ഇൻറ്റു വീതിയാണ്. അതായത് ഇവിടെ എന്ത് വരും? π ഇൻറ്റു r² എന്ന് പറയുമ്പോൾ 396 ഡിവൈഡ് ബൈ 20π ഇൻറ്റു 396 ഡിവൈഡ് ബൈ 20π. r² എന്ന് പറയുമ്പോൾ 2r വേണ്ടേ? വിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 27.72 ആണെന്നറിയാം. ബ്രെഡ്ത്ത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പൈയും ഈ പൈയും കൂടി കട്ടായി പോയി. ബാക്കി ഇവിടെ എത്രയുണ്ട്? 396 ഇൻറ്റു 396. ഓക്കെ, അപ്പൊ 396 ഇൻറ്റു 396 വരും. പിന്നെ ഇവിടെ എന്താണ് ഉള്ളത്? ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 20 ഉണ്ട്. ഇനി ഇവിടെ എന്താണ്? 27.72 എന്ന് പറയുന്നത് നേരെ ഇവിടെ താഴേക്ക് വരും. 27.72 ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ പോയിന്റ് മാറ്റാനായിട്ട് നമുക്ക് മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ പോയിന്റ് ഇല്ലാണ്ട് എഴുതാം കേട്ടോ. 27.72 എന്നാകും. 0 ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 390. ഇവിടെ ഒരു പയ്യും കൂടി ഉണ്ട്, അത് വിട്ടു പോകല്ലേ. ഇൻറ്റു പൈ കേട്ടോ. അത് ഈ പൈ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടില്ലല്ലോ.
396 ഇൻറ്റു 396 ഇൻറ്റു ഈ പൈയുടെ വാല്യൂ നമുക്ക് എഴുതാൻ എളുപ്പം 22/7 ആണ്. അപ്പോൾ പൈയുടെ 22/7 എന്ന് പറയുമ്പോൾ താഴെ 22 വരും, ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 27 72. ഇവിടുത്തെ ഈ താഴത്തെ 7 എന്ന് പറയുന്നത് നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ മുകളിൽ 7 ആയിട്ട് വരും. ഇനി നിങ്ങൾ ഇതിനെ ഇതും കൂടി കട്ട് ചെയ്ത് പോകുക കേട്ടോ. ഈ 27 72 ഈ പറയുന്ന നമ്മുടെ 7 തമ്മിൽ കട്ടായി പോകുകയെ. അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ബി എന്ന് പറയുന്നത്, ഇനി കുറച്ച് കട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. കട്ട് ചെയ്ത് പോകുമ്പോഴേക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4.5 വരുവേ. 4.5. ഇതിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ശരിക്കും ഫൈനലായിട്ട് നമുക്ക് വരുന്നത് 396/88 എന്ന് മാത്രമേ വരുള്ളൂ. ഇത്രയും പോർഷൻസ് എന്ത് ചെയ്യും, കട്ടായി പോകും. 396 ഇൻറ്റു 7 എന്ന് പറയുന്നത് നോക്കിക്കോ, 396 ഇൻറ്റു 7 എന്ന് പറയുന്നത് 7 6 42, ശിഷ്ടം 4 വരും, 9 7 63, 63 4 67 വരും. ഓക്കെ, 7 3 21, 21 6 27. കണ്ട, ഇത്രയും ഭാഗം അങ്ങ് കട്ടായി പോകും. ബാക്കി വരുന്നത് 396/88 ആണ്. ചെയ്യുമ്പോഴേക്കും 4.5 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരു സംഖ്യ 12% കണ്ടു കുറച്ച് 1760 കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? അതായത് ഏതോ ഒരു സംഖ്യയുടെ 12% കുറയ്ക്കുക. 12% കുറച്ചെന്ന് പറയുമ്പോൾ അത് 88% മാറി. അതെന്ന് പറയുന്നത് 1760 ആണെങ്കിൽ സംഖ്യ എത്ര? 100% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് ചെയ്യുക. 100 ഇൻറ്റു 1760 ഡിവൈഡഡ് ബൈ 88 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കട്ടായി പോകും. ഇതും കൂടി കട്ടായി പോകും. കാര്യം 88ന്റെ ഇരട്ടിയാണ് എന്ത്, 176 എന്ന് പറയുന്നത്. ഇവിടെ 20 വരും. അപ്പോൾ 2000 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒരു ഫർണിച്ചർ തോമസ് 4800 രൂപയ്ക്ക് മേടിച്ചു. അത് പോളിഷ് ചെയ്യാൻ 1200 രൂപ ചെലവാക്കി. അപ്പൊ എത്ര രൂപയായി? 6000 രൂപ ചെലവാക്കി. അതിന് 5400 രൂപയ്ക്ക് അയാൾ വിറ്റു. 5400 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്താണ് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 6000 രൂപ ചെലവാക്കി 5400 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ലാഭം എന്നുള്ളത് രണ്ടും അങ്ങ് വെട്ടിക്കാം. നഷ്ടമാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കറിയാം നഷ്ടം എത്ര രൂപയാണ്? 600 രൂപ നഷ്ടമുണ്ടായി അല്ലെ. തമ്മിൽ മൈനസ് ചെയ്താൽ മതി. 6000 മൈനസ് 5400 ചെയ്യുമ്പോഴാണ് നമുക്ക് നഷ്ടം കിട്ടുന്നത്. നഷ്ടം 600 ആണ്. എത്ര രൂപയ്ക്ക്? 6000 രൂപയ്ക്ക് 600 രൂപ നഷ്ടമുണ്ടായി. കട്ടായി പോകും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. 10% നഷ്ടം വരുന്നത്. ഓപ്ഷനിൽ ആൻസർ ഇല്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. 625 പവർ 0.16 ഇൻറ്റു 625 പവർ 0.09 ആൻസർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയാവുന്ന എക്സ്പോണൻസിന്റെ റൂൾ എന്ന് പറയുന്നത് എ പവർ എം ഇൻറ്റു എ പവർ എൻ എന്ന് പറയുന്നത് ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ പ്ലസ് ചെയ്ത് എഴുതാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 625 ഇവിടുത്തെ ഇത് തമ്മിൽ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്ത് എഴുതി വെക്കുക. 0.16 പ്ലസ് 0.09 എന്ന് വരും. 625 പവറില് 0.25 എന്ന് വരും. ഈ 0.25 നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ഓക്കെ, 125/100 എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് 1/4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ 1/4 എന്ന് എഴുതി. ഇനി നമുക്ക് 625 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 625 5 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ എത്ര വരും? 625 എന്ന് പറയുമ്പോൾ ഇവിടെ 1 അല്ലെ. 12ൽ 2 തവണ 125 വരും. എഗെയിൻ നമുക്ക് ഇതിനെ 5 കൊണ്ട് ചെയ്യാം. ഇവിടെ 25 വരും. എഗെയിൻ ഇതിനെ 5 കൊണ്ട് ചെയ്യാം. അതായത് 5⁴ ആണ് ഈ പറയുന്ന 625 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 5⁴ എന്ന് എഴുതാം. ദി ഹോൾ പവർ 1/4 എന്നായി മാറി. ഇനി ഇതെന്ത് വരും? 5 പവർ 4 ഇൻറ്റു 1/4 ആകും. ഇതും കട്ടായി പോകും. നമ്മുടെ ആൻസർ വരുന്നത് 5 ആണ്. ഓക്കെ, അതായത് ഒരു ഐഡന്റിറ്റി കൂടി നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ട്. എ പവർ എം ദി ഹോൾ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം ഇൻറ്റു എൻ ആണ്. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. റേഡിയം, ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. ഇവിടെ വരുന്നത് റേഡിയമാണ്. റേഡിയം മാത്രം എന്താണ്? അതൊരു ലോഹമാണ്. ബാക്കിയെല്ലാം എന്താണ്? നമ്മുടെ ഗ്യാസ് ആണ്. ഇതെല്ലാം ഗ്യാസ് ആണ്. റേഡിയം മാത്രമാണ് എന്ത്? ലോഹമായിട്ട് വരേണ്ടത്. രണ്ട് സംഖ്യകളുടെ ആകെ തുക 150. രണ്ട് സംഖ്യകൾ എടുത്തു, എയും ബിയും. അതിന്റെ തുക 150. ഗുണനഫലം 45 ആണെങ്കിൽ അവയുടെ വിൽക്രമത്തിന്റെ തുക, വിൽക്രമം എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലെ, റെസിപ്രോക്കല്, ഇതാണ് വിൽക്രമത്തിന്റെ തുക എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ ബി എ എന്ന് വരും.
ബി പ്ലസ് ഏതേ തന്നിട്ടുണ്ട്, എത്രയാണ്? 150. BA അഥവാ AB തന്നിട്ടുണ്ട്, എത്രയാണ്? 45. നേരെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 15 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ 10/3 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 12:20 ക്ലോക്കിന്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് 12:20. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 30h - 11/2 m ആണ്. 30h എന്ന് പറയുമ്പോൾ 30 × 12 - 11/2 × m എന്ന് പറയുമ്പോൾ ഇവിടെ 20 ആണ്. 30 × 12 എന്ന് പറയുമ്പോൾ 360 മൈനസ് ഇവിടെ കട്ടായി പോകും, 10 വരും. 11 × 10 എന്ന് പറയുന്നത് 110 ആണ്. കുറക്കുമ്പോൾ 250 കിട്ടും. ഓക്കെ, ഈ 250 അല്ല ആൻസർ ആയിട്ട് വരേണ്ടത്. കാര്യം അതെന്ന് പറയുന്നത് 180 കൂടുതലാണെങ്കിൽ നമ്മൾ ആ ആൻസറിനെ എന്ത് ചെയ്യണം? ഈ പറയുന്ന 360 നിന്ന് മൈനസ് ചെയ്തിട്ട് 110 ഡിഗ്രി. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടം വരെ ചെയ്യുമ്പോൾ 250 കാണും. നമ്മൾ നേരെ എന്ത് ചെയ്യും? ഓപ്ഷനിലേക്ക് നോക്കും, 250 കിടപ്പുണ്ട്, മാർക്ക് ചെയ്യും, ആൻസർ തെറ്റും. ഓക്കെ, 150 കൂടുതലാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? 185 ആണെങ്കിൽ പോലും നമ്മൾ അതിന് എന്ത് ചെയ്യണം? 360 നിന്ന് നമ്മൾ കുറച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ 26/1/2028 ഏത് ദിവസമായിരിക്കും? ഇവിടെ നമുക്കറിയാം ഒരേ ദിവസമാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. 26/1 ഇത് ഞായറാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഇതിനിടയ്ക്ക് ലീപ്പ് ഇയർ ഉണ്ടോ എന്ന് നോക്കണം. 2025, പിന്നെ എന്ത് വരും? 2026, 2027, 2028. എന്താണ്? 2028 ലീപ്പ് ഇയർ ആണ്. പക്ഷെ 2028 ജനുവരി 26 വരെ മതി. അപ്പൊ നമ്മുടെ ലീപ്പ് ഇയറിലെ ഫെബ്രുവരി അവിടെ ആഡ് ആവുന്നില്ല. സോ ഇവിടെ നമുക്കറിയാം ഇതിനെ എല്ലാത്തിനും എന്ത് ചെയ്യണം? പ്ലസ് ഈ 3 അങ്ങ് ആഡ് ചെയ്താൽ മതി. ഞായർ +3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിങ്കൾ, ചൊവ്വ, ബുധൻ. ഓപ്ഷൻ സി ബുധനാഴ്ചയാണ് വരേണ്ടത്. അതായത് സെയിം വർഷങ്ങൾ, അതായത് ഇപ്പൊ 2026, 26/1/2026 എന്ന് പറയുന്നത് എന്തായിരിക്കും? തൊട്ടടുത്ത ദിവസമായിരിക്കും, തിങ്കളായിരിക്കും. നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പറയുന്ന ജനുവരി 1 ഡിസംബർ 31 എന്തായിരിക്കും? ഒരേ സാധാരണ വർഷങ്ങളാണെങ്കിൽ ഒരേ ദിവസമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ +3 ചെയ്തത്. ഇനി നമ്മൾ ഈ പറയുന്നത് അവിടെ ലീപ്പ് ഇയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലീപ്പ് ഇയറിന്റെ അതും കൂടി ആഡ് ചെയ്യണം. ഇവിടെ 2028 ജനുവരി 26 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആ ലീപ്പ് ഇയറിലെ ഫെബ്രുവരി 28 എന്ന് പറയുന്ന ഒരു ദിവസം അവിടെ ഫെബ്രുവരി 29 എന്ന് പറയുന്ന ദിവസം അവിടെ ആഡ് ആകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എർത്ത് എന്ന വാക്ക് കോഡ് ഭാഷയിൽ FCUXM എന്ന് എഴുതിയിരിക്കുന്നു. എർത്ത്. ഓക്കെ, ഇതാണ് എർത്ത്. അതിന് നമ്മൾ എഴുതിയിരിക്കുന്നത് FCUXM ആണ്. നിങ്ങൾ ഇങ്ങനത്തെ വരുമ്പോഴേക്കും നിങ്ങൾ കറക്റ്റ് ഇതിന്റെ നമ്പർ എത്രയാണെന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ ചെയ്യാനായിട്ട്. ഈ E എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ ആണ്. F എന്ന് പറയുന്നത് 6ാമത്തെ ലെറ്റർ ആണ്. A എന്ന് പറയുന്നത് 1 ആണ്. C എന്ന് പറയുന്നത് എത്രയാണ്? സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3ാമത്തെയാണെന്ന്. R എന്ന് പറയുന്നത് 18 ആണ്. U എന്ന് പറയുന്നത് 21 ആണ്. T എന്ന് പറയുന്നത് എത്രയാണ്? 20ാമത്തെയാണ്. X എന്ന് പറയുന്നത് 24 ആണ്. H എന്ന് പറയുന്നത് 8ാമത്തെയാണ്. ഇത് 13 ആണ്. ഇവിടെ നോക്കിക്കേ, ഇതിനോട് നമ്മൾ 1 കൂട്ടി, ഇതിനോട് നമ്മൾ 2 കൂട്ടി. 18 3 ആണ് 21. ഇവിടെ എത്രയാണ്? 4 കൂട്ടി. ഇവിടെ എന്ത് ചെയ്തു? 5 കൂട്ടി. ആ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്പൂണിനെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. സ്പൂൺ എന്ന് പറയുമ്പോൾ ഇവിടെ അറിയാം ഇത് 19 ആണ്. പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 16 ആണ്. O എന്ന് പറയുമ്പോൾ 15. ഇവിടെ എത്രയാണ്? 15 വരും. N എന്ന് പറയുന്നത് 14 ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 1 കൂട്ടി 20ാമത്തെ ലെറ്റർ എഴുതണം, അതായത് T വേണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 16നോട് 2 കൂട്ടി 18ാമത്തെ ലെറ്റർ വേണം. 18 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 ആണ്. TR. അപ്പൊ ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്തോ. ഇനി അടുത്തത് എന്താണ്? S ആണോ R ആണോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പ്രശ്നം തീരും അല്ലെ. ഇനി എപ്പോഴും നോക്കിക്കേ, O കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3 കൂട്ടണം. അപ്പൊ ഇവിടെ 18 കിട്ടും. അവിടെയും 6 തന്നെയാണ്. സോ ഇതങ്ങ് കട്ട് ചെയ്തു. ആൻസർ എത്രയാണ്? TRRSS ആണ്. ഇവിടെ എന്ത് ചെയ്യണം? 4 കൂട്ടണം, അതായത് 19ാമത്തെ ലെറ്റർ എന്ന് പറയുമ്പോൾ S വരും. ഇവിടെ എന്ത് ചെയ്യണം? 5 കൂട്ടണം, അവിടെയും 19ാമത്തെ ലെറ്റർ വരും, S വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 40 ÷ 10 - 4 + 32 ÷ 4 + 10 ÷ 2 - 3 1 എന്നതിന്റെ മൂല്യം. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 40 ÷ 10 - 4 + 32 ഈ ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം ചെയ്യാം. അതായത് ആദ്യം ഇത് ചെയ്യണം അല്ലെ. 10 ÷ 2 എന്ന് പറയുമ്പോൾ 5 ആണ്. 4 + 5 എത്രയാണ്? 9. 9ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ 8 എന്ന് കിട്ടും. ഉണ്ടോ?
4 പ്ലസ് 10 ഡിവൈഡ് ബൈ 2 മൈനസ് 1, 4 പ്ലസ് 5 മൈനസ് 1, അതായത് 8 വന്നു. ഇനി നമുക്ക് ഡിവിഷൻ ചെയ്യണം. 40 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് 4 ആണ്. 4 മൈനസ് 4 പ്ലസ് 32 ഡിവൈഡ് ബൈ 8 എന്ന് പറയുന്നത് 4 ആണ്. ആൻസർ എത്ര വരും? 4. 4 4 പോയാൽ 0 ആണ്. ബാക്കി ഒരു 4 മാത്രമാണ് ഉള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 5√5 എന്ന ശ്രേണിയുടെ എന്നാം പദം 1/625 ആണെങ്കിൽ n എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ തന്നിരിക്കുന്നത് 5√5 1. അപ്പൊ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിതൊരു സമാന്തര ശ്രേണി അല്ല അല്ലെ. സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ കൂട്ടി 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 പോകണം, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് പോകുന്നതായിരിക്കണം. ഇവിടെ അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത് എന്താണ്? ഇതൊരു GP ആണ്, സമഗുണിത പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് പറയാം. അപ്പൊ നമുക്കറിയാം സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ്? കുറക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമൺ റേഷ്യോ ആണ്. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം എന്ത് ചെയ്യുക? ഹരിക്കുക. സോ √5 ഡിവൈഡ് ബൈ 5. ഇവിടെ നമുക്ക് എന്ത് വരും? √5 ഡിവൈഡ് ബൈ √a ഇൻറ്റു √a എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എ ആണ്. സോ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? √5 ഇൻറ്റു √5 എന്ന് കൊടുക്കുക. കട്ടായി പോകും. ആൻസർ എത്ര വരും? 1/√5 ആണ് കോമൺ റേഷ്യോ. ഇനി nth ടൈം നമ്മൾ സമാന്തര ശ്രേണിയാണെങ്കിൽ an എന്ന് പറയുന്നത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ an എന്ന് പറയുന്നത് എന്താണ്? a(r)(n-1). ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. an എന്ന് പറയുന്നത് a(r)(n-1) ആണ്. an എന്ന് പറയുന്നത് 1/625 ആണെന്ന് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. r എന്ന് പറയുന്നത് 1/√5 ദി ഹോൾ പവർ n-1 ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയും നമുക്ക് ഡീറ്റെയിൽസ് നമുക്കറിയാം. ഓക്കെ, ഇവിടെ 1 ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നേരെ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയത് ഇപ്പുറം വരുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും. 1/5 ഇൻറ്റു 625 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 പവർ 1 - n ഡിവൈഡഡ് ബൈ √5 പവർ n-1. 1 - n അല്ല, n-1. ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പ് തന്നെ പഠിച്ചിരുന്നു 625 എന്ന് പറയുന്നത് 5/4 നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിരുന്നു. അപ്പൊ അത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. 1/5 ഇൻറ്റു 625 പകരം നമുക്ക് എന്ത് എഴുതാം? 5/4 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/√5n-1 ആണ്. 1/5 a പവർ m ഇൻറ്റു a പവർ n എന്ന് പറയുന്നത് a പവർ എന്താണ്? m+n ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/√5n-1. ഇവിടെ നമുക്ക് അറിയാവുന്നത് ബേസ് സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 5ഉം ഇവിടെ √5 ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന 5² എന്ന് പറയുന്നതിൽ നമുക്ക് ഈ എന്ത് ചെയ്യാം? √5 എന്ന് പറയുന്നത് ശരിക്കും 5/1/2 എന്നുള്ള മീനിങ് ആണ്. അത് പോട്ടെ, നമുക്കിവിടെ അറിയാവുന്നൊരു കാര്യമാണ് 5/5 നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ 5നെ √5² എന്ന് എഴുതാം അല്ലെ. അത് ദി ഹോൾ പവർ 5 എന്നാണ്. അതായത് ഇതിന് നമുക്ക് എന്ത് എഴുതാം? √5 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. അതായത് 5/5 നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? √5 ദി ഹോൾ പവർ 10 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/√5 ദി ഹോൾ പവർ n-1. രണ്ടിടത്തും ഒരേ ഫോർമാറ്റ് ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ n-1 എന്ന് പറയുന്നത് 10 ആണ്. n എന്ന് പറയുന്നത് 10 + 1 വരും. അതായത് n എന്ന് പറയുന്നത് 11 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജു കിഴക്ക് വശത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. കിഴക്കും തെക്കും പടിഞ്ഞാറും ഒക്കെ നമുക്ക് അറിയണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. രാജു ഇവിടെ നിന്ന് കിഴക്കോട്ട് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. തുടർന്ന് വലതുവശം, വലതെന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇങ്ങനെ ഇരിക്കുന്ന സൂചി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നേരെ താഴോട്ടായിരിക്കും. അങ്ങോട്ടേക്ക് എത്ര പോയി? 20 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് എന്താണ്? വീണ്ടും ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇടത്തോട്ട് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒടുവിൽ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 35 കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിൽ ആരംഭ സ്ഥാനത്ത് നിന്നും ഈ ദൂരമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് 10 ആണ്, ഇത് ഇവിടം വരെ 20 ആണല്ലോ. അപ്പൊ ഇത് എത്രയാണ്? 15.
അതായത് ദേ ഈ സാധനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് 20, ഇവിടെ 15 ആണെങ്കിൽ ഇത് എത്രയെന്ന്. പൈതഗോറസ് തിയറം അനുസരിച്ച് ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ച് എ സി എന്ന് പറയുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ 20 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ. 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. 15ന്റെ സ്ക്വയർ 225 ആണ്. റൂട്ട് 625 വരും, അതായത് 25. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഒരു ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. ക്യൂവില് രമേശിനേക്കാൾ എന്താണ്? 13 റാങ്ക് മുന്നിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രമേശ് എവിടെയോ നിപ്പുണ്ട്, സുമേഷ് ഉണ്ട്. പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താണ് രമേശ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. രമേശ് പിന്നിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നിൽ നിന്ന് 19ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് രമേശ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ് എന്നാ പറഞ്ഞിരിക്കുന്നത്. 13 റാങ്ക് എന്ന് പറയുമ്പോൾ നേരെ മുകളിലോട്ടായിരിക്കും അല്ലേ പോകേണ്ടത്. അപ്പൊ ഇവിടെ പ്ലസ് 13 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19നോട് 13 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 32 എന്ന് കിട്ടും. അതായത് 32ാമത്തെ പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ഓക്കെ, അപ്പൊ നമ്മുടെ 32ാമത്തെ പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്? സുമേഷ് നിൽക്കുന്നത്. രമേശ് സുമേഷ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സുമേഷ് നിൽക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് സുമേഷിനേക്കാൾ 5 റാങ്കുകൾക്ക് പിന്നിലാണ്. ഇത് 32ാമത്തെ പൊസിഷനാണ്. അതായത് പുറകിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. 5 റാങ്കുകൾക്ക് പിന്നിലാണ് രാജേഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5 റാങ്കുകൾക്ക് പിന്നെന്ന് പറയുമ്പോൾ ഇവിടെയാണ് സുമേഷ്. 5 റാങ്ക് പിന്നെന്ന് പറയുമ്പോൾ നേരെ താഴേക്കായിരിക്കണം വരേണ്ടത്. 32ൽ 5 കുറയ്ക്കുമ്പോൾ നമുക്കറിയാം 27. പുറകിൽ നിന്ന് 27ാമത്തെ പൊസിഷനാണ് ആര് നിൽക്കുന്നത്? രാജേഷ് നിൽക്കുന്നത്. രമേശ്, രാജേഷ്, സുമേഷായി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്ക് മുന്നിലുമാണ് ആര്യ. സുമേഷിനേക്കാൾ 3 റാങ്ക് മുന്നിലെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 3 റാങ്ക് മുന്നിലാണ് ആര്? നമ്മുടെ ആര്യ. അപ്പൊ ഇവിടെ നിന്ന് 3 റാങ്ക് എന്ന് പറയുമ്പോൾ 35ാമത്തെ പൊസിഷനിലാണ് ആര്യ നിൽക്കുന്നത്. എവിടെ നിന്ന്? പുറകിൽ നിന്ന്. 35ാമത്തെ. അപ്പൊ ആര്യയുടെ റാങ്ക് പുറകിൽ നിന്ന് 35ആണ് ആര്യയുടെ റാങ്ക്. മുന്നിൽ നിന്ന് 39. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 39, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 35ആണ് ആര്യ. ഒരാളുടെ പുറകിൽ നിന്നും മുന്നിൽ നിന്നും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് രണ്ടും കൂടി കൂട്ടുക, 1 കുറച്ചാൽ മതി. അത് രണ്ടും കൂടി കൂട്ടും കൂടി 74, 1 കുറയ്ക്കുമ്പോൾ 73 പേരാണ് ആ ക്യൂവിൽ ടോട്ടൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭയങ്കര ടെസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ കുറെ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. രാജു റാമിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ്. അപ്പൊ രാജു ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ നമുക്ക് ആരുണ്ട്? റാമു ഉണ്ട്. ഓക്കെ, രാജു എന്ന് പറയുന്നത് റാമിന്റെ അച്ഛൻ. ഓക്കെ, റാമിന്റെ ഫാദറിന്റെ സഹോദരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ സിസ്റ്റർ അല്ലെ. സഹോദരിയുടെ മകനാണ് ആര്? നമ്മുടെ രാജു. റാമിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ്. ഇവർ തമ്മിൽ അല്ലെ മക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ്? ഒരു വീട്ടിലെ ചേട്ടന്റെ അനിയത്തിയുടെയും 2 മക്കളാണ് രാജുവും റാമുവും എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു കസിൻസ് ആണ് അല്ലെ, ഫസ്റ്റ് കസിൻസ് ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വിക്രം രാധയുടെ മകനാണ്. അപ്പൊ രാധ എന്ന് പറയുന്ന ഒരു പുതിയൊരാൾ വരുവാണ്, രാധ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജുവും രാധയും തമ്മിലുള്ള ബന്ധമാണ് നമുക്കിവിടെ അറിയേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാധ അരുണിന്റെ അമ്മയും റാമിന്റെ മുത്തശ്ശിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റാമിന്റെ മുത്തശ്ശിയാണ് രാധ എന്നൊരൊറ്റ കണ്ടീഷൻ മതി. ഇവിടെ രാജുവിന്റെയും ആരായിരിക്കും? മുത്തശ്ശിയാണ് അല്ലെ. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തശ്ശി. കാര്യം രാജുവും രാമും എന്ന് പറയുന്നത് ചേട്ടന്റെ അനിയന്റെയും 2 മക്കളാണ്. ഓക്കെ, അതായത് ഇവരുടെ അമ്മയായിരിക്കണം. ഈ പറയുന്ന 2 പേരുടെയും അമ്മയാണ് രാധ എന്ന് പറയുന്നത്. അപ്പൊ റാമും അമ്മയും തമ്മിലുള്ള റിലേഷൻ എന്താണോ അത് തന്നെയാണ് രാധയും രാജുവും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ എന്താണ്? തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ എന്താണ്? ചെറുമകനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ബാക്കിയുള്ള കേശു ഉണ്ട് ഇവിടെ. ഒരു കേശു രാജുവിന്റെ മുത്തച്ഛനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ കേശു വരും. ഇവിടെ കേശു എന്ന് പറയും. അപ്പൊ രാജുവും ഇവർ രണ്ടുപേരും എന്താണ്? ഭാര്യയും ഭർത്താവുമായിരിക്കും. രാധയും കേശുവിന്റെയും മക്കളാണ് ഈ പറയുന്ന ആര്? ഈ സിസ്റ്ററും ഈ അതേപോലെ തന്നെ റാമിന്റെ അച്ഛനും എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എത്രയൊന്നും ആവശ്യമില്ല. ഈ ഒരൊറ്റ പോയിന്റ് മതി. റാമിന്റെ മുത്തശ്ശിയാണ് എന്നുള്ള ഒരൊറ്റ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? രാജുവും മുത്തശ്ശിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അവിടെ എന്താണ്? ചെറുമകനാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. 50 മാർക്കിനുണ്ട്. നമ്മുടെ ഡിഗ്രി ലെവൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്